വെനസ്വലയിൽ കടന്നുകയറി അമേരിക്ക ബന്ധിയാക്കിയ വെനസ്വല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെയും ഭാര്യയെയും അമേരിക്കൻ ലഹരിവിരുദ്ധ സേനയുടെ ആസ്ഥാനത്തെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം നാളെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. അതേസമയം മഡൂറയെ വിലങ്ങണിയിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അമേരിക്ക പുറത്തുവിട്ടു. Good night. Happy New Year. വിവരങ്ങളുമായി റാസിൻ അൻവർ ചേരുന്നുണ്ട്. റാസിൻ, ഇപ്പോൾ വെനസ്വലയിൽ കടന്നു കയറിയുള്ള അമേരിക്കയുടെ ഈ ഒരു പ്രവർത്തനം, വെനസ്വല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയും ഭാര്യയും ഒക്കെ ലഹരി വിരുദ്ധ സേനയുടെ ആസ്ഥാനത്തൊക്കെ എത്തിച്ച് ഇപ്പോൾ ട്രംപ് ചോദ്യം ചെയ്യലൊക്കെ തുടരുകയാണ്. ഇതിനു ശേഷമൊക്കെയാണ് കോടതിയിൽ ഹാജരാക്കുക. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ട്രംപ് വെനസ്വലയിൽ മാത്രം കണ്ടുവയ്ക്കാനുള്ള കാരണം? അത് ഏതൊക്കെ രീതിയിലായിരിക്കും അവിടുത്തെ ജനങ്ങളെ ബാധിക്കുക? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വെനസ്വലൻ മണ്ണിൽ, അതായത് ട്രംപിന്റെ US സൈന്യം വെനസ്വലൻ മണ്ണിൽ കീഴടക്കിയ മണ്ണിൽ ഒരു മൂവ്മെന്റ് നടത്തിയ ആശ്ചര്യത്തിലാണ് ലോകം. നിലവിൽ വെനസ്വലൻ പ്രസിഡന്റ് അതായത് നിക്കോളാസ് മഡൂറോയും ഭാര്യയും അമേരിക്കയുടെ ബന്ദികളായി തുടരുകയാണ്. ഇരുവരെയും ന്യൂയോർക്കിലെ ആസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ ഇരുവരെയും ഫെഡറൽ കോടതിയിൽ ചോദ്യം ചെയ്യും. ആഴ്ചകളായി തുടർന്ന സമ്മർദ്ദത്തിനൊടുവിലാണ് ഇപ്പോൾ ഇരുവരെയും അമേരിക്ക ബന്ദികളാക്കിയിരിക്കുന്നത്. നിലവിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്, അതായത് വെനസ്വലയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ആണ് ഇടക്കാല പ്രസിഡന്റായി തുടരുക. വെനസ്വലൻ സുപ്രീം കോടതിയാണ് ഡെൽസിയെ ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചിട്ടുള്ളത്. പ്രസിഡന്റായ മഡൂറോയെയും ഭാര്യയെയും ആദ്യം അമേരിക്കയുടെ യുദ്ധക്കപ്പലിലേക്കും പിന്നീട് ക്യൂബയിലെ നാവിക ആസ്ഥാനത്തേക്കും അവിടെ നിന്ന് ന്യൂയോർക്കിലേക്കുമാണ് കടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോകളെല്ലാം അമേരിക്ക തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് അനധികൃത കുടിയേറ്റം, അതുപോലെ തന്നെ ആയുധക്കടത്ത്, അതുപോലെ തന്നെ ലഹരി കടത്ത്, ഇതെല്ലാം ആരോപിച്ചിട്ടാണ് പ്രസിഡന്റ് മഡൂറോയെ US ബന്ദികളാക്കിയിട്ടുള്ളത്. എന്തായാലും ഇരുവരും നാളെ ഫെഡറൽ കോടതിയിൽ ഹാജരാവേണ്ടതായിട്ടുണ്ട്. ഈ പ്രശ്നം, അതായത് എന്തുകൊണ്ടാണ് ട്രംപ് ഈ വെനസ്വലയെ കണ്ണുവെക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ അതിന് വലിയ പ്രധാനപ്പെട്ട ഉത്തരം എണ്ണ, അതായത് വെനസ്വലയുടെ എണ്ണ എന്ന് തന്നെയാണ്. ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ എണ്ണ വ്യാപാരികളായ അമേരിക്കയേക്കാൾ വലിയ എണ്ണ സ്രോതസ്സാണ് വെനസ്വലയിലുള്ളത് എന്ന് തന്നെയാണ് ട്രംപിനെ വെനസ്വലയിലേക്ക് കണ്ണു നടാൻ സാധിച്ചത്. ഇനി ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആരെയെന്ന് ചോദിച്ചാൽ അത് ചൈനയെ തന്നെയാണ്. കാരണം വെനസ്വലയുടെ 76% എണ്ണയും വാങ്ങുന്നത് ചൈനയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നത് ചൈനക്കാണ്. ഇതുകൊണ്ട് തന്നെയാണ് ചൈന ഈ വിഷയത്തിൽ ഉടനടി പ്രതികരിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അത് വലിയ തിരിച്ചടി ഉണ്ടാവില്ല എന്ന് തന്നെ നോക്കിക്കാണാം. കാരണം നമുക്കറിയാം, ഇന്ത്യയുടെ റിഫൈനറികൾ ഇതിനു മുൻപ് തന്നെ US സമ്മർദ്ദത്തെ തുടർന്ന് വെനസ്വലയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് പിൻവലിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ. അരുണിമ, ശരി, വ്യക്തമാണ്. അമേരിക്കയെ ബന്ധിയാക്കിയ വെനസ്വല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെയും ഭാര്യയെയും അമേരിക്കൻ ലഹരി വിരുദ്ധ സേനയുടെ ആസ്ഥാനത്തെത്തിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇപ്പോൾ നാളെ ആയിരിക്കും ഫെഡറൽ കോടതിയിൽ ഹാജരാക്കുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റാസിൻ അൻവർ.